ശ്രീമതി കലാമണ്ഡലം സത്യഭാമ. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. കലോത്സവ വേദികളുടെ വളർന്ന ഒരു നടി പ്രതിഫലം ചോദിച്ചു പോയാൽ അഹങ്കാരിയും പണത്തിനാർത്തിയും ഉള്ളവളായി മാറുമോ? ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞ ഒരു സിനിമാ നടി എന്ന് പറയുന്നു. ആ കുട്ടി ഇപ്പം എന്നെ പോലെ ഒന്നും പഠിച്ച ഒരു കുട്ടിയല്ല, ഒരു സ്ഥാപനത്തിൽ പഠിച്ചതല്ല. എങ്ങനെ പഠിച്ചാലും അവർ കാശ് മുടക്കി പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അവരുടെ എനിക്ക് ഇത്ര എമൗണ്ടാണ് എന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് അഹങ്കാരം എന്ന് വാക്ക് അവിടെ ഉച്ചരിക്കുന്നത് ശരിയല്ല. ഇപ്പം ഞാനായാലും എൻ്റെ ഒരു ചാർജ് ഞാൻ പറയും. അതിപ്പോൾ എല്ലാ കലാകാരന്മാരും പറയുന്ന പിന്നെ നമുക്ക് സംസാരിച്ച് അത് കുറയ്ക്കാം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അത് ശരി. അപ്പൊ ചേട്ടൻ മാത്രം എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക എന്നെ കിട്ടില്ല. പരസ്യമായിട്ട് കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ വേദനാകരമാണ്. അത് യാതൊരു സംശയവുമില്ല. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ഞങ്ങളെ പോലുള്ളവരെക്കാട്ടിലും കാശ് കൂടുതലും മേടിക്കുന്ന സിനിമാക്കാർ നർത്തകിമാർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരുടെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? 7 മിനിറ്റുള്ള നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. ആ 5 ലക്ഷം എന്ന് പറയുന്നത് അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഒരു സിനിമാ നടി ആയതുകൊണ്ട്. അതല്ലാതെ ഇതൊരു കുട്ടികളുടെ പ്രോഗ്രാം ആണല്ലോ. ആ 5 ലക്ഷം രൂപ കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞുപോയി. അതാ തൂക്കാൻ പറഞ്ഞത്. നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ? ഒരിക്കലും കൂടിയെന്ന് ഞാൻ പറയില്ല. എന്താ പറയുക, അവിടെ അല്ലാതെ തന്നെ എത്ര ചിലവ് വരുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതേപോലെ യുവജനോത്സവ കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായ ഒരുപാട് ചിലവ് നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മൾ പൊടിച്ചു വരുന്നുണ്ട്. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. അപ്പോൾ ഒരു പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ യാതൊരു മടി കൂടാതെ കൊടുത്തേ വരും. അല്ലെങ്കിൽ അവളെ കട്ട് ചെയ്തേക്കണം, കട്ട് ചെയ്ത് വേറെ ആളെ കൊടുക്കുക. അതാ ഞാനും പറഞ്ഞു വന്നത്. സ്വാഗതഗാനം എന്നുള്ളതല്ല, അതെന്താ കളിപ്പിച്ചെടുക്കണ്ടേ കുട്ടികളെ? ഏത് ആർട്ട് ഫോമിന് അതിൻ്റെതായ ഒരു മാന്യത കൽപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. 5 ലക്ഷം ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഒരു 10-20 കൊല്ലം മുമ്പ് വേറെ 500 രൂപ കേസാണ് ഇപ്പം 5 ലക്ഷം. അതും നമ്മളെല്ലാവരും 7 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കട്ടില് ചെറുതാണെങ്കിലും 4 വേണ്ടേ? അത് സംശയമില്ലല്ലോ. 3 കാലിൽ കട്ടിലിൽ കിടക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ 7 മിനിറ്റ് ആയാലും 70 മിനിറ്റ് ആയാലും പൈസ കൊടുക്കുന്നത് അങ്ങനെ തന്നെ. അവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സെലിബ്രിറ്റികളെ കൊണ്ടുവരണം, ഇത് ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ. ആ ഒരു വിഷയം കൊണ്ട് കൂടിയാണ് സിനിമാക്കാരെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്, എന്തുകൊണ്ട് മറ്റുള്ള നർത്തകിമാരെ വിളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ സെലിബ്രിറ്റികളെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റികൾക്കും അത്തരം ഒരു ധാർമ്മിക ഉത്തരവാദിത്തം സമൂഹത്തിനോടില്ലേ? കളക്ടർ എന്നാണോ അർത്ഥം? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള്, ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈ സിനിമാക്കാർ ഒരുവിധം കുറച്ച് മെച്ചപ്പെട്ടൊക്കെ ജീവിക്കുന്നവർ തന്നെയാണ്. കുറച്ച് ദിവസം അവർ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ പോലും അവർ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് ഉദ്ഘാടനത്തിന് പോയി, അതിന് പോയി, ഇതിന് ഞങ്ങളെയൊക്കെ ആരെ വിളിക്കുന്നത്? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം, മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സാധാരണക്കാർക്ക് കൊടുക്കാത്ത എന്താ? ഈ സിനിമാ നടികളെയൊക്കെ അന്വേഷിച്ചു പോകുന്നവര് അല്ലാത്തവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. കൂടുതൽ ആൾക്കാർ വരണ്ടേ? അപ്പൊ അതിന്റെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിട്ട് സെലിബ്രിറ്റികളെ വിളിക്കുന്നു എന്നാണ്. അതാണ്. അപ്പൊ പൈസ കൊടുക്കൂ. സെലിബ്രിറ്റികളാകുമ്പോ പൈസ കൂടും. ഞങ്ങളിപ്പോ സാധാരണക്കാരാണെങ്കിൽ ചിലപ്പോ 2 ലക്ഷത്തിന് അല്ലെങ്കിൽ 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് ചിലപ്പോ ചെയ്തു കൊടുത്തു വരും. അതൊരു ഭയങ്കര തുകയാണല്ലോ. പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. അവര് സെലിബ്രിറ്റി അന്വേഷിച്ച് പോകുമ്പോ 5-10 ചോദിക്കും. അപ്പൊ അത് അഹങ്കാരമായിട്ട് കൂട്ടുന്നത് അതൊരു ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. ഇത്രയും പ്രശ്നം ഉണ്ടല്ലോ, ഈ പ്രശ്നം ഇത്രയും ഉണ്ടായിട്ട് അടുത്ത വർഷം ഇവര് സിനിമാകാരെ പുറകെ തന്നെ പോകും, സംശയമൊന്നുമില്ല. എന്തിന് സിനിമാകാരെ വേണ്ടു? ഇപ്പോ ഞങ്ങളൊക്കെ അവിടെ ചൊറിയും കുത്തി ഇരിക്കുകയാണ് വീട്ടില്. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ?
പാവത്തിന്റെ അന്നം മുട്ടിന്ന് കൂട്ടിക്കോളൂ. ആ രീതിയിൽ ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആ രീതിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട വേദികളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇപ്പോഴും ഇല്ല വേദികള്. ഇപ്പൊ ഞങ്ങള് കുട്ടികളെ പഠിപ്പിച്ചല്ലേ ജീവിക്കണത്. എവിടെയുണ്ട് വേദി? ടീച്ചർ ഒന്ന് കളിച്ച് കാണണം. പണ്ട് കുറച്ച് വർഷമായി കളിച്ചിട്ട്. ടീച്ചറൂടെ ക്ലാസ്സിൽ കളിക്കും, കണ്ടോളൂ. അല്ലാതെ എവിടെയാ വേദി? കുട്ടികളെ പുറകെ ജാലറ തട്ടിയിരുന്നിട്ട് ദ്രവിച്ചു. ജാലറയും ദ്രവിച്ചു, ഞാനും ദ്രവിച്ചു. ഒരു പണിയില്ലെന്നേ. മൊത്തത്തിലൊരു കട്ടിങ്. ഇതാരും പരസ്യമായിട്ട് പറയില്ല, ഞാൻ പറയും. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അതായത് വേദികൾ എവിടെയുണ്ട്? ഒരു ടൂറിസം പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ തത്തയെ കൊണ്ട് ഇതെടുക്കണ പോലെ എടുക്കും. കിട്ടിയാൽ കിട്ടി. എന്നിട്ട് അതിന് തുച്ഛമായൊരു പൈസ. എന്നിട്ട് പറയണേ ബാക്കി പൈസ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് കളിക്ക്. ഷാജി, നിന്റെ ചീപ്പ് ഷൈനിങ്ങിന് നീ എന്നെ കുരുതി കൊടുത്തില്ലടാ. വെറുതെ അല്ലേ ഈ നാട് നന്നാവാത്തത്. അപ്പോൾ ഇതങ്ങനെ ചെയ്യുമ്പോൾ ഈ സിനിമാ നടികളെ വിളിച്ചിട്ട് അവർ 5ഉം 10ഉം 15ഒക്കെ ചോദിക്കും. ഇത് കൊടുക്കണവർ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്, സംശയമൊന്നുമില്ല. ഇതെങ്ങനെയോ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വായിന്ന് വീണുപോയെന്നേ ഉള്ളൂ. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഇതിനകത്തൊരു ജലസ്യം തമ്മിലും വഴക്കൊക്കെ ഈ ഫീൽഡിലുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അല്ല, ആ ജലസ്യ പറഞ്ഞപ്പോഴാണ് സിനിമാ താരങ്ങളായിട്ടുള്ള നർത്തകിമാരോട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ ആ ഒരു ജലസ്യ? ഉണ്ടെന്നല്ലാണ്ട് അസൂയ കുശുമ്പൊന്നുമില്ല. അതുകൊണ്ടുകൂടി ഞങ്ങൾ അവരൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കും. ദൈവമേ, നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാൽ മതിയായിരുന്നു. ഇവർക്ക് ഇവരൊരു ഉദ്ഘാടനത്തിന് മുമ്പ് എത്ര ലക്ഷം മേടിക്കണം ഓരോരുത്തർ നടികൾ? അതോ അപ്പോൾ 5 ലക്ഷമാണോ മേടിക്കുന്നത്? ഒന്നുമല്ല, അധികം കൂടുതലും മേടിക്കുന്നവരില്ലേ? ഇവനൊക്കെ കോടികൾ സമ്പാദിച്ചില്ലേ? ഒരു വെറുതെ ഒരു തിരി വെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളക്ക് കത്തിച്ചാൽ മതി. അപ്പോൾ അതോ വല്ല മേലാണെങ്കിൽ വല്ല പണി ചെയ്തിട്ടാണോ മേടിക്കുന്നത്? ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ടേ? എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. മന്ത്രി എന്തുകൊണ്ടായിരിക്കും പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ടാവുക? അത് എന്തായാലും ഇത് മൊത്തത്തിൽ ഇളകുന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി കാണും. വേണ്ട, ഒന്നും മിണ്ടല്ല. ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചാണ്. അത് വേണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ആയിരിക്കില്ല, പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയി, അത്ര തന്നെ. സോറി, ഉദാഹരണം പറഞ്ഞു വന്നപ്പോ ഉദ്ദേശിച്ചത് ഉൾട്ടയായി പോയി. നമ്മുടെ വായിന്ന് ചിലപ്പോൾ ചിലത് വീഴുമല്ലോ, അങ്ങനെ വീണതായിരിക്കുന്നു ഞാൻ വിചാരിക്കണേ. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കുള്ള കലാകാരന്മാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ഉള്ളത്, സിനിമാകാരല്ല, വേറെയും കലാകാരന്മാർ പുറത്തുണ്ട്. ഒരാളെ ഞാനും ജപ്പാൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല എന്നും കൂടി ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ ടൂറിസം മേഖല, ഒരുപാട് ഗവൺമെൻറ് തലത്തിൽ പ്രോഗ്രാം നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിൻ്റെതുപോലെ എൻ്റെ അവസ്ഥ. താഴോട്ടുമില്ല മേളിലോട്ടുമില്ല.